പുണ്യാത്ര അടിച്ചൊക്കെ അതിൽ വരും. അതല്ല ഈ മറ്റേ ഈ പറഞ്ഞ പോലെ ഈ കേദാർനാഥിലും വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സഞ്ചാരം ആയിക്കല്ലോ, എവിടെയെങ്കിലും ആയിക്കല്ലോ. ഇതാണ് നീലിയാർ കോട്ടം. നമ്മൾ മുമ്പിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതെല്ലാം പരിപാലിക്കണം. ലഹരിയായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരരുത്. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. ഊരാളന്മാർ ഇതാണ് കേട്ടോ. ഇത് കാണേണ്ട സംഭവം, ഒരു ഒന്നൊന്നര സംഭവം ഇത് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലേ കൂടിയാണ് പോകുന്നത്. വള്ളിക്കെട്ടൊക്കെ കണ്ടോ നിങ്ങൾ? എൻ്റെ അമ്പോ പാമ്പിനെ പോലെയാണുള്ളത്, പേടിയാവും. ആ വരും വരും. സൂപ്പർ പവറുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ചിലവർ വന്നിട്ട് മദ്യപാനം, പെൺകുട്ടികളെ കുട്ടിക്കൊണ്ടൊരു കുർത്തക്കട, ഇങ്ങനത്തെ എല്ലാം കുറച്ച് കുർത്തക്കടൽ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇനി പഴയ പോലെ നടക്കൂല. കാരണം അതിനുള്ള ക്യാമറയും കാര്യങ്ങളോ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല. ഇതൊരു ക്ഷേത്രമാണ്, പ്രത്യേകിച്ച് പല നാഗങ്ങളും ഉള്ളിയാണ്. പിന്നെ താഴെയൊരു ഗുഹയുണ്ട് കേട്ടോ. ഞാൻ മുമ്പിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്കത് കാണാം. ഇതിലെ കൂടിയാണ് അമ്മ വരും. അമ്മേൻ്റെ മുടി അവിടുന്ന് ചിലപ്പം വരയുന്നുണ്ടാവും അല്ലേ. അമ്മേൻ്റെ മുടി വരുന്നുണ്ടോ, അത് ഒരു വല്ലാതൊരു അനുഭൂതിയാണ്. നമുക്ക് കാണാം. നമുക്ക് ആദ്യം ഇപ്പം കണ്ടിട്ട് പ്രവർത്തനോട് അനുവാദം വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് തിരുമുറ്റാന്നേ. അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ യാത്ര പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തെല്ലാം സഞ്ചാരമുണ്ട്, ആൾക്കാർ പോക്കലും ഉണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം ചരിത്രമെല്ലാം ഉണ്ട്. അത് ഇവരുടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരാം കേട്ടോ. ബാത്റൂമൊക്കെ ഇടിയാന്നേ. അത് പുറത്ത് ഇതിനുള്ളൊന്നും ബാത്റൂം നമ്മൾ ഉപയോഗിക്കരുത്. ഇവിടെയെല്ലാം നാഗങ്ങൾ, പല വിധത്തിലെ നാഗങ്ങളുള്ളിയാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ഔഷധ കിണറാണ് കേട്ടോ. ഈ കിണറിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, ഔഷധമുള്ള. അതുകൊണ്ടൊക്കെ ഇങ്ങനെ വേറെ തന്നെ ഇതാക്കി വെച്ചിരിക്കുന്നത്. എന്താ വെള്ളം കണ്ടെങ്കിൽ നിറയെ വെള്ളമാണ്. ഇത് അഗ്രശാലയാണ് കേട്ടോ. ഇവിടെ ധാരാളം പേർക്ക് അന്നവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടിയിട്ട് അറിയിക്കണം. ഇതിൻ്റെ നമ്പറൊക്കെ ഊരാളന്മാരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രഭാകരേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പ്രഭാകരേട്ടൻ്റെ നമ്പർ തരും. ഇതിൻ്റെ ഊരാളനാണ് അല്ലേ, ഊരാളനാണ്. പ്രഭാകരേട്ടൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഇന്ന് ഇത് ഈ ലെവലിൽ ഇന്ന് നിൽക്കുന്നത്. മറ്റാരും കയ്യിലായിപ്പോയെങ്കിൽ ഒരിക്കലും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് കൊണ്ടു നടക്കാൻ കഴിയില്ല. ഇത് എടുത്ത വഴിപാടാണ് കേട്ടോ. അത് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള വേണ്ടുന്നത് ചെയ്തു തരും. ഇത് ഇവിടുത്തെ അമ്മയാണ്. എന്താ അമ്മേൻ്റെ പേരെന്താ? പത്മിനി. എത്ര വർഷമായി അമ്മ ഇവിടെ? 6 വർഷം അല്ലേ. എന്നാ എവിടെ വീട്? മട്ടമ്പല കണ്ണൂർ അല്ലേ. ഇത് നീലിയാർകോട്ടത്തെ തിരുമുറ്റം എന്ന് പറയും. പാദരക്ഷയൊന്നും ഇട്ടിരുന്ന ഇതിലൂടെ കൂടെ പ്രവേശിക്കാൻ പാടില്ല. ഇതിൻ്റെ യഥാർത്ഥ സംഭവം തൊട്ടപ്പുറമാണ് കേട്ടോ. ഇവിടെയാണ് തെയ്യം വന്നു കഴിഞ്ഞാൽ ഇതാക്കുന്ന സ്ഥലം, കെട്ടി ആടുന്ന സ്ഥലമില്ലേ, അത് ഇവിടെയാണ്.
വഴുക്കുണ്ട് അല്ലേ? അല്ല, വഴുക്കുണ്ട്. ഓ ഓ ഓ. ഇവിടുന്ന് തിരുമുറ്റത്തുനിന്ന് കെട്ടിയ തുള്ളൂല്ലേ? ഇവിടുന്ന് ചുറ്റും കാടാണ്, കാണേണ്ട സംഭവങ്ങളാണ്. CC ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങളെല്ലാം ഉള്ളത് കേട്ടണ. അതുകൊണ്ട് ഇവിടുന്ന് അഭ്യാസം കളിക്കാൻ നിൽക്കണ്ട, അതേ പറഞ്ഞുതരാം. ഇത് കലശത്തറയാണ് അല്ലേ? കലശത്തറയല്ലേ ഇത്? ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു, അത് പിന്നീട് ദ്രവിച്ച് പോയതാണ്. പണ്ടേ ഇല്ലയാണ്. ഇതൊക്കെ കരിങ്കലിപ്പിട്ടതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് പഴശ്ശിരാജ സിനിമ ഷൂട്ട് ചെയ്തിട്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ വേറെ ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് പ്രഭാകരനോട് തന്നെ ചോദിക്കാം തെയ്യറങ്ങുന്ന മുമ്പിട്ട്. ഇതാണ് അമ്മേൻ്റെ ആരുടെ സ്ഥലം കേട്ടോ. ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ മുമ്പിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മുടെ ഷോർട്ട് വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആ ഷോർട്ട് വീഡിയോ പോയി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഐതിഹ്യവും ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നല്ല നമസ്കാരം. ബാക്കി കാഴ്ചകൾ വേഗം കണ്ടിട്ട് വരാം.
ബൾക്കുണ്ടേ. ചുണ്ടമ്പല്ല് കുത്തിപ്പിടിച്ച് നടന്നോ, അല്ല പണി കിട്ടും. ഇതൊരു ഔഷധത്തിൻ്റെ കിണറാണ്, ഇതാ ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഈ ഗുഹ പണ്ട് ശരിക്കും ഉള്ളിൽ ഒരാൾക്ക് ഇരുന്നിട്ട് ജപിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അത് പിന്നീട് പിൽക്കാലത്ത് ഭൂമിയിലേക്ക് അമർന്നു പോയതാണ്, കണ്ടില്ലേ. അത് രാത്രി. എവിടെ സ്ഥലം നിങ്ങളെ? പപ്പിശ്ശേരി തന്നെ. ഇവിടെ വരുത്തുണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ? എവിടെ? 6-ാം മൈൽ. നിങ്ങളോ? തൈശ്ശേരിയില്ല. ആ, നിങ്ങളെവിടെയാ? കാപ്പാടാ. എല്ലാവരും നാനാ ഭാഗത്തുനിന്ന് വന്നല്ലോ. അങ്ങനെ ഒരു കിണറുണ്ട് കേട്ടോ, അങ്ങൊരു കിണറുണ്ടോ? അവിടെ ഒരു കിണറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ 2 കിണറായി, മുകളിൽ 2 കിണറുണ്ട്. ഒരു വേനലും പറ്റില്ല. നമ്മൾ പിന്നെ ടെൻ്റ് അടിക്കും, എവിടെയെങ്കിലും അതിൽ ടെൻ്റെല്ലാം അടിച്ചിട്ട് സംഭവമാക്കും. ഉണ്ട് ക്ഷേത്രങ്ങൾ അങ്ങനെ നിൽക്കാൻ കഴിയും. ഭക്ഷണത്തിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് വരും, കാരണം നമ്മൾ ഇവിടുത്തെ ഫുഡല്ല, അവിടുത്തെ കൾച്ചർ വ്യത്യാസമാണ്. അവിടുത്തെ എന്ന് വെച്ചാൽ കറി നമുക്ക് പിടിക്കില്ല, നിങ്ങൾ കക്കൂസ് എണ്ണിക്കലുണ്ടാവില്ല. തമിഴ്നാട്ടിലെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ വൃത്തിഹീനം എന്ന് വെച്ചാൽ വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ, ആദ്യം പറഞ്ഞുതരാം. അതെ അതെ, ശരിക്കും നല്ല വൃത്തിയുള്ള ഭക്ഷണവും നല്ല ആഹാരവും നമുക്ക് കിട്ടുന്നെങ്കിൽ, അതെ അതെ. അതിൻ്റെ അപ്പുറം റോഡുണ്ട് ഇങ്ങനെ. ഞാനിത് മൊത്തം കവർ ചെയ്തതാണ്. ഇതെല്ലാം ഇപ്പം പിന്നീട് ഇപ്പം ആക്കിയതാണ് ഇത്. ഈ അമ്മ കൊട്ടിയൂരിൽ നിന്ന് വന്നതെന്നാണ് പറയുന്നത്. പുലിയും കാളിയും ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതേപോലത്തെ സ്ഥലം വേറെയും പറഞ്ഞിട്ട് ഓരോ ക്ഷേത്രം പറഞ്ഞു അങ്ങനെ. അതെ അതെ, മാങ്ങാട്ടപ്പൻ്റെ കഥയായി പറയുന്നുണ്ട് ഇത്.